നമസ്കാരം. എറണാകുളം പൈങ്ങോട്ടൂരിൽ സ്കൂൾ വിദ്യാർത്ഥിയെ സമപ്രായക്കാരായ 4 പേർ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പോത്താനിക്കാട് പോലീസ് ശക്തമായ നിയമ നടപടികൾ ആരംഭിച്ചു. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നതോടെയാണ് പോലീസ് വിഷയത്തിൽ ഇടപെട്ടത്. കുറ്റക്കാരായ 4 കുട്ടികൾക്കെതിരെയും ജുവനൈൽ ജസ്റ്റിസ് നിയമത്തിലെ 325 വകുപ്പ് പ്രകാരം പോലീസ് കേസെടുക്കുകയും ചെയ്തു. പ്രതികളായ 4 വിദ്യാർത്ഥികളെയും ഇവരുടെ മാതാപിതാക്കളെയും ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തി. സംഭവത്തെക്കുറിച്ച് പോലീസ് തയ്യാറാക്കുന്ന വിശദമായ റിപ്പോർട്ട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് സമർപ്പിക്കും. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ബോർഡ് നിർദ്ദേശിക്കുന്നതനുസരിച്ചായിരിക്കും കുട്ടികൾക്കെതിരെയുള്ള തുടർന്നുള്ള നടപടികൾ സ്വീകരിക്കുക. കോതമംഗലത്തിനടുത്ത് പൈങ്ങോട്ടൂരിൽ 15-കാരനായ സ്കൂൾ വിദ്യാർത്ഥി ക്രൂരമായ മർദ്ദനത്തിനിരയായ സംഭവം ഞെട്ടലുണ്ടാക്കുന്നതാണ്. ഒരാഴ്ച മുൻപ് പൈങ്ങോട്ടൂർ ബസ് സ്റ്റാൻഡിന് സമീപം ഉപയോഗിക്കാതെ കിടക്കുന്ന പോലീസ് എയ്ഡ് പോസ്റ്റിനുള്ളിൽ വെച്ചായിരുന്നു ഈ അതിക്രമം നടന്നത്. 3 വിദ്യാർത്ഥികൾ ചേർന്ന് 15-കാരനെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുന്നതും തുടർന്ന് ക്രൂരമായി മർദ്ദിക്കുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത്. സംഭവത്തിന്റെ ഗൗരവം വർദ്ധിക്കുന്നത് സുരക്ഷിതമാകേണ്ട പോലീസ് എയ്ഡ് പോസ്റ്റ് തന്നെ ഇത്തരം ആക്രമണങ്ങൾക്കായി ഉപയോഗിക്കപ്പെട്ടു എന്നതാണ്. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നതോടെയാണ് പോത്താനിക്കാട് പോലീസ് സംഭവത്തിൽ കേസെടുത്തത്. 4 പേർ ചേർന്നാണ് മർദ്ദനം നടത്തിയതെന്നും ഇതിൽ ഒരാളാണ് ദൃശ്യങ്ങൾ പകർത്തിയതെന്നുമാണ് പ്രാഥമിക നിഗമനം. നിലവിൽ ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരം കേസെടുത്ത പോലീസ് കുട്ടികളെയും രക്ഷിതാക്കളെയും വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേസിന്റെ തുടർ നടപടികൾക്കായി പോലീസ് റിപ്പോർട്ട് എന്തായാലും ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് കൈമാറും. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ. കോതമംഗലം പൈങ്ങോട്ടൂരിലാണ് സംഭവം. 15 വയസ്സുകാരനെ സഹപാഠികൾ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. സംഭവത്തിൽ വൈകാരികമായ നീക്കങ്ങൾക്കൊടുവിൽ പോലീസ് നടപടി ശക്തമാക്കുകയായിരുന്നു. മർദ്ദനമേറ്റ കുട്ടി എയ്ഡ് പോസ്റ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നത് വരെയുള്ള ദൃശ്യങ്ങളാണ് സാമൂഹിക മാധ്യമത്തിൽ പ്രചരിച്ചത്. എന്നാൽ എന്തിനാണ് 15-കാരനെ മർദ്ദിച്ചതെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. തുടക്കത്തിൽ കുട്ടിയുടെ പിതാവ് പരാതിയുമായി പോലീസിനെ സമീപിച്ചിരുന്നെങ്കിലും മർദ്ദിച്ച കുട്ടികളുടെ മാതാപിതാക്കൾ സ്റ്റേഷനിൽ വെച്ച് കരഞ്ഞ് അപേക്ഷിച്ചതോടെ പരാതി ഒത്തുതീർപ്പാക്കി അവസാനിപ്പിച്ചതായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഈ ഒത്തുതീർപ്പിന് പിന്നാലെയാണ് ക്രൂരമായ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമത്തിൽ വൈറലാകുന്നത്. ഈ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമത്തിൽ വൈറലായതോടെ മർദ്ദനമേറ്റ കുട്ടിയുടെ കുടുംബം വീണ്ടും പരാതിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതോടുകൂടിയാണ് ഒത്തുതീർപ്പായ വിഷയം വീണ്ടും കേസാവുന്നത്. സംഭവത്തിൽ മർദ്ദിച്ച 4 പേരിൽ 2 പേർ വിദ്യാർത്ഥികളും മറ്റ് 2 പേർ പഠനം നടത്തിയവരാണെന്നുമാണ് ലഭ്യമാകുന്ന വിവരം. വീഡിയോ തെളിവായി പുറത്തുവന്നതോടെ പോത്താനിക്കാട് പോലീസ് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. പ്രതികളായ കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും എന്തായാലും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ എന്തായാലും നമ്മുടെ സ്കൂളിലെ കുട്ടികളൊക്കെ എത്രത്തോളം സുരക്ഷിതമാണ് എന്നും പോലീസ് എയ്ഡ് പോസ്റ്റിൽ വെച്ച് ഇത്തരത്തിലൊരു സംഭവം നടന്നത് എന്തായാലും പ്രശ്നത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ എന്തായാലും വലിയ രീതിയിലുള്ള അന്വേഷണം ഉണ്ടാകും. കുട്ടികളുടെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് അടക്കം വിശദമായി പരിശോധിക്കും.